വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യാ പ്രേരണ കേസിൽ ചോദ്യമുനയിൽ MLA IC ബാലകൃഷ്ണനും ഇന്നത്തെ ചോദ്യം ചെയ്യൽ പൂർത്തിയായി. വരുന്ന 2 ദിവസങ്ങളിലും തുടരും. ബത്തേരി ബാങ്ക് നിയമന കോഴയിൽ IC ബാലകൃഷ്ണനെതിരായ മറ്റൊരു പരാതി കൂടി ഇന്ന് ബത്തേരി ഡിവൈഎസ്പിക്ക് ലഭിച്ചിട്ടുണ്ട്. നെന്മേനി താമലച്ചാരിൽ ഐസക്കിന്റേതാണ് പരാതി. അനൂപ് KRന്റെ വിശദമായ റിപ്പോർട്ടിലേക്ക്. രാവിലെ 11 മണിക്കാണ് MLA IC ബാലകൃഷ്ണൻ അന്വേഷണത്തിന് മുമ്പാകെ ഹാജരായത്. നേരത്തെ ND അപ്പച്ചനെയും KK ഗോപിനാഥനെയും ചോദ്യം ചെയ്തതിൽ നിന്ന് വ്യത്യസ്തമായി ബത്തേരി ഡിവൈഎസ്പി ഓഫീസിലല്ല, കൽപ്പറ്റ പുത്തൂർ വയലിലെ പോലീസ് ഹെഡ്ക്വാർട്ടേഴ്സ് ക്യാമ്പിലാണ് IC ബാലകൃഷ്ണനെ ചോദ്യം ചെയ്യൽ നടന്നത്. രാവിലെ തന്നെ അന്വേഷണ ഉദ്യോഗസ്ഥർ, പ്രത്യേകിച്ച് ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ട അന്വേഷണ ചുമതലയുള്ള ബത്തേരി DSP KK അബ്ദുൾ ഷെരീഫും ക്രൈംബ്രാഞ്ച് സംഘവും, ക്രൈംബ്രാഞ്ച് പോലീസ് സംയുക്ത സംഘമാണ് ഈ കേസ് അന്വേഷിക്കുന്നത്. അവർ രാവിലെ തന്നെ എത്തിയെങ്കിലും IC ബാലകൃഷ്ണൻ MLA എത്തുന്നത് 11 മണിയോടുകൂടിയാണ്. ഏതായാലും പിന്നീട് ഒരു 3 മണി വരെ ഈ ചോദ്യം ചെയ്യൽ നീളുകയും ചെയ്തു. പ്രധാനമായും ഈ ചോദ്യം ചെയ്യലിൽ IC ബാലകൃഷ്ണൻ നേരിട്ട ചോദ്യങ്ങൾ ഈ ബത്തേരി ബാങ്കിലെ നിയമന കോഴയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും അതോടൊപ്പം ഈ NM വിജയന്റെ ആത്മഹത്യാക്കുറിപ്പിൽ പരാമർശിച്ച സാമ്പത്തിക ഇടപാടുകളും അതിനാസ്പദമായിട്ടുള്ള സംഭവങ്ങളുമാണ്. പ്രത്യേകിച്ച് NM വിജയന്റെ മകനെ ജോലിയിൽ നിന്ന് പിരിച്ചുവിട്ട് മറ്റൊരു നിയമനം നടക്കാനുള്ള ശുപാർശ കത്ത് IC ബാലകൃഷ്ണൻ നൽകിയത് സംബന്ധിച്ചെല്ലാം ചോദ്യം ഉണ്ടായി. പ്രധാനമായും ഈ സാമ്പത്തികപരമായ ചോദ്യങ്ങൾ ചെയ്തത് ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ്. ആത്മഹത്യാക്കുറിപ്പിലെ വിവരങ്ങൾ സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ തേടിയത് പോലീസ് സംഘമാണ്. ഏതായാലും ചോദ്യം ചെയ്യൽ മണിക്കൂറുകളോളം നീണ്ടു. അതിനുശേഷമാണ് അദ്ദേഹത്തെ ഇന്ന് ചോദ്യം ചെയ്യലിൽ നിന്ന് വിട്ടയച്ചത്. നാളെയും ചോദ്യം ചെയ്യൽ തുടരും. ശനിയാഴ്ച വരെ ഈ രീതിയിൽ നേരത്തെ കോടതി, കൽപ്പറ്റ പ്രിൻസിപ്പൽ ആൻഡ് സെഷൻസ് കോടതി നിർദ്ദേശിച്ച നിബന്ധനകൾ പ്രകാരം, മുൻകൂർ ജാമ്യ വ്യവസ്ഥ പ്രകാരം ഉള്ള ചോദ്യം ചെയ്യൽ തുടരും ശനിയാഴ്ച വരെ. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിശദാംശങ്ങൾ പോലീസിന് അന്വേഷണ സംഘത്തിന് ഈ അദ്ദേഹത്തിൽ നിന്ന്, പ്രത്യേകിച്ച് IC ബാലകൃഷ്ണൻ MLAയിൽ നിന്ന് ചോദിച്ചറിയാനുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് KK ഗോപിനാഥൻ ഉൾപ്പെടെയുള്ളവരെ, ND അപ്പച്ചൻ ഉൾപ്പെടെയുള്ളവരെ ചോദ്യം ചെയ്തതിൽ നിന്ന് കിട്ടിയ വിവരങ്ങൾ പ്രകാരമാണ് MLA IC ബാലകൃഷ്ണന്റെ ചോദ്യം ചെയ്യൽ ഏതായാലും ഇന്ന് നടന്നത്. നാളെയും ആ വിധത്തിൽ വിവിധ തെളിവുകളുടെ അനുബന്ധ കാര്യങ്ങളുടെയും മറ്റുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരിക്കും IC ബാലകൃഷ്ണൻ നേരിടേണ്ടി വരിക എന്നുള്ളതാണ്. ഏതായാലും ഈ കേസിൽ നേരത്തെ ND അപ്പച്ചൻ്റെയും KK ഗോപിനാഥൻ്റെയും ചോദ്യം ചെയ്യൽ പൂർത്തിയായിരുന്നു. അവരെ അറസ്റ്റ് ചെയ്ത് വിട്ടയച്ചിരുന്നു. സമാനമായ സാഹചര്യം തന്നെ IC ബാലകൃഷ്ണന്റെ കാര്യത്തിലും ഉണ്ടാകും. അദ്ദേഹത്തെയും 3 ദിവസത്തെ ചോദ്യം ചെയ്യലിനൊടുവിൽ അദ്ദേഹത്തിന്റെ അറസ്റ്റും ഇതുമായി ബന്ധപ്പെട്ട് ഉണ്ടാവുമെന്നാണ് പോലീസ് വൃത്തങ്ങൾ നൽകുന്ന സൂചന. ആ വിധത്തിൽ ചോദ്യം ചെയ്യൽ പുരോഗമിക്കുകയാണ്. ഇതിനിടെയാണ് മറ്റൊരു പരാതി കൂടി IC ബാലകൃഷ്ണനെതിരെ വന്നിരിക്കുന്നത്. IC ബാലകൃഷ്ണൻ ഇടപെട്ട് പണം വാങ്ങി, NM വിജയൻ മുഖേന പണം വാങ്ങിയെന്ന് പരാതി നൽകിയത് നെന്മേനി താമരച്ചാലിൽ ഐസക് എന്നയാളാണ്. 2013 മുതൽ വിവിധ ഘട്ടങ്ങളായി 10 ലക്ഷം രൂപ അദ്ദേഹത്തിൽ നിന്ന് ജോലി വാഗ്ദാനം നൽകി ഇവർ വാങ്ങി എന്നുള്ളതും ഒരു പ്രധാന പരാതിയായി ഇന്ന് DYSPക്ക് മുൻപാകെ വന്നു. ഏതായാലും ഈ പരാതിയും ഈ പ്രത്യേക അന്വേഷണ സംഘം, NM വിജയന്റെ ആത്മഹത്യ അന്വേഷിക്കുന്ന പ്രത്യേക അന്വേഷണ സംഘം ഈ പരാതി സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തും. അനൂപ് KRന്റെ റിപ്പോർട്ടാണ് കണ്ടത്.